ഞാൻ കൈക്കൂലി വാങ്ങുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഞാൻ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു കണക്കുമില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ആ ഒരു വിഷമമേ ഇല്ല. മാധവന്റെ മക്കളുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് സമാധാനമായി. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എന്നാ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമൊന്നും പറയല്ലേ മോളെ. നിന്റെ അച്ഛന് ശങ്കറിന്റെ മരണത്തിൽ ഒരു പങ്കുമില്ലെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാക്ഷി അത് ഞാനാണ്. അന്ന് ആ സ്റ്റേഷനിൽ സംഭവിച്ചതെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ. എന്നോടൊരൽപ്പം ബഹുമാനത്തോടെയൊക്കെ പെരുമാറിയ പാവം തോന്നിയിട്ട് എല്ലാ സത്യങ്ങളും ചിലപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിരിക്കും. അമ്മ, ഇത് അനിൽകുമാർ. ഗിരിയുടെ അച്ഛൻ സ്റ്റേഷനിൽ വെച്ച് മരിച്ചപ്പോ ഇതുമായിരുന്നു അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ നിനക്കും ആഗ്രഹം കാണില്ലേ? എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം നീ പോയി കടുപ്പത്തിൽ നല്ലൊരു ചായ ഉണ്ടായിക്കൊണ്ടുവാ. എഴുന്നേക്കടാ. നിനക്കൊക്കെ ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ എവിടെ നാട ധൈര്യം കിട്ടിയത്? നീ നടന്നതെല്ലാം സത്യസന്ധമായി പറയൂന്ന് കരുതി ഇവിടെയുള്ളവരൊക്കെ നിന്റെ കാൽ കീഴിൽ വീഴൂന്ന് കരുതിയോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനൊരു പോലീസുകാരനാ. അതൊക്കെ പണ്ട്. തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഡിസ്മിസ് ചെയ്തതാ. ഇപ്പൊ താൻ വെറും ഒരു സാധാരണ പൗരൻ മാത്രം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ ഇപ്പോഴും ഒരു പോലീസുകാരിയാ. ഒരു പോലീസുകാരിയെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയാ എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാലോ. താൻ മിണ്ടാതെ പോവാൻ നോക്കടോ. എല്ലാത്തിനും അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടി പോകരുത്. ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും നീ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെയും നിന്റെ മോളുടെയും അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. ഇറങ്ങിപ്പോടാ. ഇവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റേണ്ട ഒരാവശ്യമില്ല മോളെ. ഗിരിയേട്ടന്റെ അച്ഛൻ മരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതെ നിന്നത്. പോയവര് പോയി. ഇനി അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഇയാളെ പോലുള്ളവരെയൊക്കെ വിശ്വസിച്ച് അപകടത്തിലാവേണ്ട കാര്യമില്ല. ഇനി ഇയാളിൽ നിന്നും നീ അകലം പാലിച്ചോണം. ശരി അമ്മ. വക്കീല് പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അതൊക്കെ റെഡിയാക്കാം. പീതാംബരനെ അവസാനമായി ഫോണിൽ വിളിച്ചവരുടെ ലിസ്റ്റൊക്കെ എനിക്കൊന്ന് വേണം. എത്രയും പെട്ടെന്ന് കിട്ടിയാ അത്രയും നല്ലത്. ശരി വക്കീലേ, ഇരിക്കട്ടെ. ശരി. നീ ഇപ്പൊ ഭയങ്കര ബിസിയാണല്ലോ. മജിസ്ട്രേറ്റ് ട്രെയിനിങ് ഒക്കെ വേണ്ടെന്ന് വെച്ച് കേസ് അന്വേഷണത്തിന് പറയാണെന്ന് കേട്ടു. ഒറ്റയ്ക്ക് സത്യം കണ്ടുപിടിക്കാൻ നീ ആരടാ? ഷെർലക് ഹോംസോ? മര്യാദയ്ക്ക് ഈ അന്വേഷണമൊക്കെ നിർത്തി മജിസ്ട്രേറ്റ് ആവാനുള്ള വഴി നോക്കിയോ. ഇല്ലെങ്കിൽ നീ ഒരുപാട് സഹിക്കേണ്ടി വരും. നീ ഭീഷണിപ്പെടുത്തിയാണോ ഈ കണ്ടത്? എനിക്ക് ചിരി വന്നിട്ടൊരു രക്ഷയില്ലടാ. നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റിത്തരാം. 4 കിട്ടുമ്പോ നിനക്കൊക്കെ ബോധം തനിയെ വന്നോളും. ഞാൻ പീതാംബരന്റെ കേസ് അന്വേഷിക്കുന്നതില് നിനക്കെന്താ പ്രശ്നം? ഇനി ഗോപാലനാണോ പീതാംബരനെ കൊന്നത്? അനാവശ്യം പറയരുത്. ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെ നീ വഴിയെ മനസ്സിലായിക്കോളും. ആ താക്കോലിങ്ങതാ. താക്കോലൊക്കെ തരാം. ആദ്യം നീ നിന്റെ ഇൻവെസ്റ്റിഗേഷൻ നിർത്താന്ന് പറ. അവളെ ഞാൻ നിരപരാധിയെന്ന് തെളിയിക്കോടാ. ഈ താക്കോലിങ്ങതാ. നീ എത്രയൊക്കെ അന്വേഷിച്ചാലും മഹിമ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല.
എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റും പറ്റൂല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയല്ലടാ, അത് ഞാനാ. താക്കൂലടാ. എന്റെ ഭാര്യ സംരക്ഷിക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ നല്ല വെടിപ്പാട്ട് ചെയ്യുകയും ചെയ്യും. നീ താക്കൂലതാടാ. നീയേ അതിനിടയിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. ഒരു പ്രതീക്ഷയില്ലാത്ത കേസ് എന്തിനാ വെറുതെ അന്വേഷിച്ച സമയം കളയുന്നത്? നീ മഹിമയുടെ കാര്യം മറന്നേക്ക്. അവൾ ഇനി പുറത്തു വരാൻ വർഷങ്ങളെടുക്കും. മാത്രമല്ല അത്രയും കാലം അവൾ ഇനി കഴിയാൻ പോകുന്നത് കൊടും കുറ്റവാളികളുടെ കൂടെ ആയിരിക്കില്ലേ? അപ്പൊ അവളുടെ ജീവൻ അവിടെ ഒരു സുരക്ഷ ഉണ്ടായിരിക്കില്ല. ഒരു തവണ അവളെ രക്ഷപ്പെട്ടെന്ന് കരുതി എപ്പോഴങ്ങനെ സംഭവിക്കണമെന്നില്ല. മഹിമേ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന് നരയിക്കുക. ഇനിയും എനിക്ക് അവളെ നരയിപ്പിച്ച് മതിയായില്ലടാ. മഹിമ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതേ എന്റെ കുഞ്ഞിനെയാടാ. ആ വേദന ജീവിതകാലം മുഴുവൻ ഞാൻ മറക്കില്ല. അവളോട് ഞാൻ ക്ഷമിക്കുമെന്നാണ് നീ കരുതിയേ? അവളെ അവളുടെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കുന്ന സ്വപ്നയ്ക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. എന്ത് എന്ത് വില കൊടുത്ത് ഞാനത് പാലിക്കും. മഹിമ അവളുടെ അവസാനം ജയിലിൽ വെച്ച് തന്നെ ആയിരിക്കും. സഞ്ജു, നീ വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാനിപ്പോ അവിടെയുള്ള ഞങ്ങളുടെ ആളെ വിളിച്ച് മഹിമയെ കൊല്ലാൻ പറയട്ടെ. ഞാൻ ഈ കയ്യൊന്ന് അമർത്തിയാണ്ടല്ലോ, നീ തീർന്ന്. ഇനിയേ ഈ മാരി നമ്പറായിട്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ, നിന്നെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞേക്കും. കേട്ടോടാ? മോന്റെ പോടാ. ഈ അപമാനത്തിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. നീ നോക്കിക്കോ മൂന്ത. നിന്നെ ഇവിടുത്തെ വീട്ടുജോലികളൊക്കെ ചെയ്യിപ്പിച്ചു തുടങ്ങിയോ? ഞാൻ അല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അമ്മയെ സഹായിക്കാറുണ്ട്. ഇങ്ങനെ അമ്മയെന്ന് വിളിച്ചോണ്ട് പുറകെ നടന്നാൽ മാത്രം കാര്യം നടക്കൂന്ന് കരുതണ്ട. എന്ത് കാര്യം? ഒന്ന് പോ മോളെ. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ. എങ്ങനെയെങ്കിലും ഗിരിയേട്ടന്റെ മനസ്സിൽ കടന്നുകൂടാനാ നീ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, എനിക്കതിന് എതിർപ്പൊന്നുമില്ല. എനിക്കല്ലെങ്കിലും മഞ്ജുവിനെ കണ്ണെടുത്താ കണ്ടുകൂടാ.